തിരുവനന്തപുരം തിരുവല്ലം ക്ഷേത്രത്തിൽ വ്യാപക ക്രമക്കേട്. CITU നേതാക്കൾ ക്ഷേത്രത്തിൽ നിന്ന് തട്ടിയെടുത്തത് 22 ലക്ഷത്തോളം രൂപയാണ്. ക്രമക്കേട് പുറത്തു വന്നത് ഓഡിറ്റ് റിപ്പോർട്ടിൽ. തട്ടിപ്പ് നടത്തിയ CITU നേതാക്കളെ സംരക്ഷിക്കുകയാണ് ദേവസ്വം ബോർഡ്. ദേവസ്വം മുൻ കമ്മീഷണർ CN രാമൻ, ഉദ്യോഗസ്ഥ SS സന്ധ്യ എന്നിവർക്കെതിരെയാണ് ഗുരുതര ആരോപണം. ജനം എക്സ്ക്ലൂസീവ്. തിരുവല്ലം പരശുരാമ ക്ഷേത്രത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ഓഡിറ്റ് വിഭാഗം 2022 ഏപ്രിൽ മാസത്തിൽ നടത്തിയ പരിശോധനയിലാണ് വ്യാപക തട്ടിപ്പ് നടന്നതായി കണ്ടെത്തിയത്. 2019 മുതൽ 21 വരെയുള്ള കാലയളവിൽ ക്ഷേത്രത്തിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരായിരുന്ന CN രാമൻ, SS സന്ധ്യ എന്നിവരുടെ നേതൃത്വത്തിൽ വിവിധ ഇനങ്ങളിൽ നിന്നും തട്ടിയെടുത്തത് 23 ലക്ഷത്തിലധികം രൂപ. ക്ഷേത്രത്തിലെ കാണിക്കപ്പണം മുതൽ കെടാവിളക്കിലെ എണ്ണയിലും പ്രഭാത കഞ്ഞിയിലും അടക്കം കൈയിട്ട് വാരിയെന്നതിന് വിവരാവകാശ നിയമപ്രകാരം പുറത്തുവന്ന ഓഡിറ്റ് രേഖകൾ സാക്ഷ്യം പറയും. രജിസ്റ്ററുകളിൽ രേഖപ്പെടുത്താതെയും മഹസറുകൾ തയ്യാറാക്കാതെയും എല്ലാമായിരുന്നു CITU നേതാക്കളുടെ തട്ടിപ്പ്. ക്രമക്കേടുകൾ ഓഡിറ്റ് വിഭാഗം ദേവസ്വം ബോർഡിനെ അറിയിച്ചെങ്കിലും കാര്യമായ നടപടിയുണ്ടായില്ല. തട്ടിപ്പ് മറച്ചുവെക്കുന്നതിന്റെ ഭാഗമായി അന്നത്തെ ഓഡിറ്റ് നടത്തിയ ഉദ്യോഗസ്ഥയുടെ കൈപ്പടയിലുള്ള ഓഡിറ്റ് രേഖകൾ ദേവസ്വം ബോർഡ് പൂഴ്ത്തി. ഇടതനുഭാവികളായ ഉദ്യോഗസ്ഥരെ കൊണ്ട് റീ ഓഡിറ്റ് നടത്തി CN രാമനിൽ നിന്ന് 70,000 രൂപയും SS സന്ധ്യയിൽ നിന്ന് 56,000 രൂപയും മാത്രം ഈടാക്കി സംഭവം ഒതുക്കി തീർക്കുകയും ചെയ്തു. ക്ഷേത്ര ഫണ്ട് അപഹരിച്ചാൽ ക്രിമിനൽ കേസ് ഫയൽ ചെയ്യണമെന്നതാണ് വ്യവസ്ഥ. ഇതിന് ദേവസ്വം ബോർഡ് തയ്യാറായതുമില്ല. CN രാമന് പിന്നീട് ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണറായും ദേവസ്വം കമ്മീഷണറായും സ്ഥാനക്കയറ്റവും നൽകി. SS സന്ധ്യ നിലവിൽ ദേവസ്വം ബോർഡ് അംഗം PD സന്തോഷ് കുമാറിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയാണ്. തട്ടിപ്പ് നടത്തിയ CITU നേതാക്കളെ സംരക്ഷിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടത്തിയ വഴിവിട്ട ഇടപാടുകളുടെ കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ ജനം TV പുറത്തുവിടും. പ്രജിത് മോഹനൻ, ജനം, തിരുവനന്തപുരം.